സൗദിവൽക്കരണം ഊർജിതമായതോടെ തൊഴിൽ നഷ്ടമാകുന്ന മലയാളികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് കാണുവാൻ സാധിക്കുന്നത്. അനുദിനം ജോലി നഷ്ടമായി നാട്ടിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണം 400 കടക്കുമെന്നാണ് അനൌദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. 2 വർഷത്തിനിടെ 20 ലക്ഷത്തോളം വിദേശികളാണ് സൗദി അറേബ്യ വിട്ടത്. തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് സൗദിവൽക്കരണം നടന്നുവരുന്നത്. ഇതിന്റെ ഫലമായി സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 12.3% കുറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ വർഷാദ്യം തൊഴിലില്ലായ്മ 12.9%. അടുത്ത മാസം മുതൽ വിദേശ തൊഴിലാളികൾ കൂടുതൽ ലെവിയും അടയ്ക്കണം. 50%-ലധികം സൗദി പൗരന്മാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ വിദേശികൾ പ്രതിമാസം 700 റിയാൽ, അതായത് ഏകദേശം 13,373 രൂപ അടയ്ക്കേണ്ടി വരും. 50%-ൽ താഴെ സ്വദേശികളുള്ള സ്ഥാപനങ്ങളിൽ ഇത് 800 റിയാൽ, അതായത് ഏകദേശം 15,283 രൂപയായി ഉയർന്നതായിരിക്കും. തൊഴിലാളിയുടെ ഇക്കാമ പുതുക്കുന്നതിന് 650 റിയാൽ, അതായത് ഏകദേശം 12,417 രൂപയാണ് അടയ്ക്കേണ്ടത്. ആരോഗ്യ ഇൻഷുറൻസും ലെവിയും അടക്കം 2 ലക്ഷത്തിലധികം രൂപ പ്രതിവർഷം സൗദി സർക്കാരിന് നൽകണം. ലെവി കൂട്ടിയതോടെ നിരവധി വിദേശ കമ്പനികൾ രാജ്യം വിട്ടു പോകുന്ന സാധ്യതയും കാണുന്നുണ്ട്. ഇതും മലയാളിയുടെ തൊഴിൽ നഷ്ടത്തിന് കാരണമായി മാറുന്നു. പലർക്കും ആനുകൂല്യങ്ങൾ പോലും ലഭിച്ചിട്ടുമില്ല. 2018 ജനുവരി 1-നാണ് രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദേശികൾക്കും ലെവി കൊണ്ടുവന്നത്. ഇതോടെ രാജ്യത്ത് നിരവധി ഫാക്ടറികൾ പൂട്ടിപ്പോവുകയുണ്ടായി. തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ വ്യവസായ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് 5 വർഷത്തേക്ക് ലെവി അടയ്ക്കേണ്ടതില്ല എന്ന നിയമം കൊണ്ടുവരികയുണ്ടായി. ലെവി തുക 5 വർഷത്തേക്ക് സർക്കാർ തന്നെ വഹിക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. ഇത് മലയാളികൾക്ക് നേരിയ ആശ്വാസമാകുന്നുണ്ട്. അങ്ങനെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന വിദേശികൾ നിയമാനുസൃത മാർഗങ്ങളിലൂടെ 10 മാസത്തിനിടെ അയച്ച പണത്തിൽ 10% കുറവുണ്ടായി എന്നാണ് സൗദി അറേബ്യൻ മോണിറ്ററി അതോറിറ്റിയുടെ കണക്ക് വ്യക്തമാക്കുന്നത്. 10 മാസത്തിനിടെ വിദേശികൾ അയച്ചത് 10,405 കോടി റിയാലാണ്, അതായത് ഏകദേശം 2 കോടിയിൽ പരം രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വിദേശികൾ അയച്ചത് 11,522 കോടി റിയാലായിരുന്നു. സൗദിവൽക്കരണ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളെ ചുവപ്പ്, മഞ്ഞ, പച്ച, പ്ലാറ്റിനം എന്നീ വിഭാഗങ്ങളായി തരംതിരിക്കുന്നതാണ് നിതാഖാത്ത് പദ്ധതി. സൗദിവൽക്കരണത്തിന്റെ തോത് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയത്തിൽ നിന്നുള്ള സേവനങ്ങൾ വിലക്ക് വരുന്നതായിരിക്കും. സ്വദേശവൽക്കരണം പാലിച്ച് പച്ച, പ്ലാറ്റിനം ഭാഗങ്ങളിൽപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. പച്ച വിഭാഗം സ്ഥാപനങ്ങളെ ഇളം പച്ച, ഇടത്തരം പച്ച, കടും പച്ച എന്നിങ്ങനെ വീണ്ടും 3ആയി തരംതിരിച്ചിട്ടുണ്ട്. സർക്കാർ ആനുകൂല്യത്തിനായി സ്ഥാപനങ്ങൾ മത്സരിക്കുമ്പോൾ പുറത്താകുന്നത് മലയാളികളാണ്. മഞ്ഞ വിഭാഗത്തിലായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് പുതുക്കാനാകില്ല. ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് മാറ്റാനും പുതിയ വിസയിൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനും അനുവദിക്കില്ല. പെർമിറ്റ് പുതുക്കാതെ വിദേശ തൊഴിലാളികളുടെ താമസാനുമതി രേഖ പുതുക്കാനും കഴിയില്ല. അങ്ങനെ തൊഴിൽ മേഖലയിലെ മാന്ദ്യവും അനുദിനം വർദ്ധിച്ചു വരികയാണ്. റെസ്റ്റോറന്റുകളിൽ പോലും ആളില്ലാത്ത അവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ സൗദി നിയമങ്ങൾ കടുപ്പിക്കുമ്പോൾ അത് വിനയായിത്തീരുന്നത് നമ്മുടെ സ്വന്തം പ്രവാസി മലയാളികൾക്ക് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.